കഴിച്ചിട്ട് ഫോട്ടോ ഒക്കെ എടുത്തു കേട്ടോ. അങ്ങനത്തെ എല്ലാവരും നല്ല ടേസ്റ്റിൽ ഐസ്ക്രീം ഇരിക്കണം കേട്ടോ. എന്താ അതൊക്കെ കഴിഞ്ഞ് നമ്മളേതായാലും പോവാണ്. അങ്ങോട്ട് ഇരിക്കണുണ്ടല്ലോ ഐസ് വാങ്ങി തന്നിട്ടുള്ള ഭാഷയാണെങ്കിൽ ഐസ് എനിക്ക് തിന്നാലോ വെച്ചിട്ട് അതിന് അതിൻ്റെ പേപ്പർ വായിച്ചെടുക്കുമ്പോ അതെ കണ്ട കട്ടുന്നാണ് ഒരു 2-3 പ്രാവശ്യം എംബിറ്റൊക്കെയാണ് കേട്ടോ കൊടുക്കണത്. അപ്പോൾ അതൊരു അനൂസമായി വന്ന് പൊക്കിയിട്ടാ എന്നിട്ടൊക്കെയാണ് റെസൂട്ടിന്റെ കയ്യിൽ എത്തുന്നത്. റെസൂട്ടി ആയതുകൊണ്ടാണ്, അല്ലെങ്കിൽ ഒരൊറ്റ ഏറാക്കാരട്ടാ ദേഷ്യം പിടിച്ചാല്. അങ്ങനെ ഏതായാലും തണുക്കുണ്ട് പറഞ്ഞിട്ട് എനിക്ക് തന്നെ തന്നതാണ് ഐസ്. അങ്ങനെ അത് വീണ്ടും കഴിച്ചിട്ടൊക്കെ പോവാനുള്ള ഉദ്ദേശത്തിൽ അവിടെ തന്നെ ഇരിക്കുകയാണ്. ഞങ്ങൾ ഓട്ടോറിക്ഷയിൽ കയറിയിരുന്നു കേട്ടോ, വീണ്ടും അവിടെ ഇറങ്ങിയതാണ്. നമുക്ക് അപ്പോൾ ആ ടൈമിൽ കുഞ്ഞാനും വെള്ളം കുടിക്കണം ദാഹമുണ്ട് പറഞ്ഞിട്ട് വെള്ളം വാങ്ങാൻ പോയിട്ടിതാ ഒരു ബോട്ടിൽ വെള്ളമായിട്ടും വന്ന് വെള്ളമൊക്കെ കുടിക്കുകയാണ് കേട്ടോ. മിന്നുട്ടി റിസോർട്ടിൻ്റെ അടുത്ത് തന്നെ ഇരിക്കണുണ്ട് പൊക്കാൻ വേണ്ടിയിട്ട്. ഞങ്ങൾ ചെറിയൊരു ചാനലുണ്ട് അതിലിടാൻ. അതിന്റെ ഫോട്ടോ കാണിക്കുന്ന വിഷയമല്ല അതെടുക്കട്ടെ. യൂട്യൂബിൽ അടിച്ചു നോക്കോണ്ടിട്ടാ റസൂസ് ഡയറിയിലുണ്ടാവും നിങ്ങളെ കടൻ്റെത്. ജസ്റ്റ് നിങ്ങൾ ആൺകുട്ടികളല്ലേ പ്രശ്നം ചെയ്യാ. പിന്നെ അവിടെ ആര് ഇങ്ങനെ ഫാമിലി ആയിട്ട് വരുന്നവരും അവിടെ ഇറങ്ങി ഐസ് വാങ്ങി കഴിക്കണുണ്ട് കേട്ടോ. ഞങ്ങളവിടെ ഇങ്ങനെ നിന്നപ്പോൾ എല്ലാവരും അവിടെ ഇങ്ങനെ വന്നിട്ട് വാങ്ങി കഴിക്കണുണ്ട് കേട്ടോ. പ്രത്യേകിച്ച് കുട്ടികളായിട്ടൊക്കെ വരുന്നവർ ഐസ്ക്രീം നല്ലൊരു ഇപ്പോൾ ഇവിടെ ഒരു ഫാമിലി വന്നിക്കണ്. അവരും കുട്ടികൾക്ക് വേണ്ടത് ഏതാ. അപ്പോൾ അതിലും ആ ഒരു കുട്ടി സ്ട്രോബെറി മിന്നൂറ് സ്ട്രോബെറിയിൽ കഴിച്ച് അതിലൊരു പെൺകുട്ടി ഉണ്ട് കേട്ടോ. ആ കുട്ടി ഏതാ വേണ്ടത് ചോദിച്ചപ്പോൾ സ്ട്രോബെറി മതി പറഞ്ഞിട്ടോ. അപ്പോൾ ഈ പെൺകുട്ടികളൊരു ഫേവറേറ്റ് സംഭവത്തോണ്ട് ഈ സ്ട്രോബെറി. അങ്ങനെ അത് കഴിച്ച് ഞങ്ങളിതങ്ങനെ പോണ്. ഇനി ഞങ്ങൾ പോണത് വേറൊരു കാര്യം അന്വേഷിക്കാനാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ ജസ്റ്റ് അന്വേഷിച്ചിട്ട് അങ്ങനെ പോരാ വിചാരിച്ച്. അപ്പോൾ ഇങ്ങനെ പോയപ്പോൾ ഇങ്ങനെ കുറേ ബ്ലോക്ക് ഉണ്ട്, നല്ല ബ്ലോക്ക് കേട്ടോ. അപ്പോൾ ഞങ്ങളങ്ങനെ ആ ബ്ലോക്ക് കണ്ടപ്പോൾ വെറുതെ ജസ്റ്റ് ഞാനിങ്ങനെ വീഡിയോ എടുത്തതാണ്. കാറിങ്ങനെ മാത്രം കുറേ നിൽക്കണതുണ്ടോ. നമ്മളെ റെസുട്ടി ഓട്ടോറിക്ഷ മുന്നിലാണ് കേട്ടോ ഇരുന്നിട്ടുള്ളത്. കുഞ്ഞാൻ്റെ കൂടെയാണ് ഇരുന്നിട്ടുള്ളത്. ഓനക്ക് അവിടെ മുന്നിലിരിക്കാറിന് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. പക്ഷെ ഓന് മുന്നിലിരിക്കണത് എന്തിനാന്ന് ചോദിച്ചാൽ കാര്യമായിട്ട് ഓന് JCB കാണാനാണ് കേട്ടോ ഇരിക്കണത്. എവിടെ JCB ഉണ്ടെങ്കിലും ഭയങ്കര സന്തോഷം കേട്ടോ. അപ്പോൾ ഒരു ഭയങ്കര പുഞ്ചിരിയാണ്. അപ്പോൾ ഞങ്ങൾക്കൊക്കെ കാണിച്ചു തരും കേട്ടോ വിളിച്ചിട്ട്. അപ്പോൾ അത് കാണാനാണ് കാര്യമായിട്ടിരിക്കുന്നത്. ഞാനും ഒരു ചെറിയ വ്യൂ ഒക്കെ ഇങ്ങനെ കണ്ടപ്പോൾ ഇങ്ങനെ വീഡിയോ എടുത്തതാണ്. ജസ്റ്റ് ഇങ്ങനെ പോവില്ലേ അപ്പം അങ്ങനെ എടുത്തതാണ് കേട്ടോ. പിന്നെ നമ്മൾ വിചാരിച്ച സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. അവിടെയൊക്കെ ജസ്റ്റ് ഒന്ന് അന്വേഷിച്ചിട്ട് കുഞ്ഞോനക്കൊരു ചെറിയ വണ്ടി വേണമെന്നിട്ട്. കാരണം ഇപ്പോൾ നമുക്ക് പ്രത്യേകിച്ച് പണിയൊന്നും ആയിട്ടില്ലല്ലോ. അപ്പോൾ എന്തെങ്കിലുമൊക്കെ നോക്കണ്ടേ, വാടക കൊടുക്കണം, മറ്റുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. കുട്ടികളെ സ്കൂളൊക്കെ തുറക്കുകയാണ്. കുറേ പൈസക്ക് ചിലവുണ്ട് റിനുവിൻ്റെ കാര്യങ്ങൾ. അപ്പോൾ എന്തെങ്കിലുമൊക്കെ ഒരു ഇത് നോക്കണമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇങ്ങനെ വന്നിട്ട് വണ്ടിയൊക്കെ നോക്കുകയാണ് കേട്ടോ. ഇങ്ങനെ റേറ്റ് കാര്യങ്ങൾ എന്നൊക്കെ അന്വേഷിക്കാൻ വേണ്ടിയിട്ട് വന്നതാണ്. അപ്പോൾ വണ്ടിയൊക്കെ ഉണ്ട് കേട്ടോ, ഭയങ്കര റേറ്റാണ്. അപ്പോൾ ഭയങ്കര റേറ്റ് വെച്ചാൽ സ്ഥലം മലപ്പുറം കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഞങ്ങൾക്ക് അറിയില്ല, ഇപ്പോഴാണ് കുഞ്ഞോൻ പറഞ്ഞത്. ഞാൻ വിചാരിച്ചു മഞ്ചേരി, പക്ഷെ നമ്മൾ മഞ്ചേരി പോകുന്നപ്പോഴും ഒരുപാട് സ്ഥലത്തുണ്ട് കേട്ടോ. അങ്ങനെ ഇതാ മോങ്ങ സ്ഥലത്താണ് വണ്ടി. കുറേ സ്ഥലത്ത് കുറേ ഉണ്ട് കേട്ടോ, ഒരുപാട് സ്ഥലത്ത് ഇറങ്ങിയിട്ട് അതൊക്കെ അവിടെ ഫുള്ള് വണ്ടി കച്ചവടക്കാരാ തോന്നുന്നു മുതലാളിമാര്. കാര്യങ്ങളൊക്കെ അന്വേഷിക്കും, എല്ലാ ഐറ്റംസും വണ്ടി ഉണ്ട് കേട്ടോ. പിന്നെ ഇതാ അതൊക്കെ നിറഞ്ഞുണ്ട്. നമ്മൾ അനൂസൊക്കെ അവിടെയൊക്കെ തിണ്ടിയ കാര്യങ്ങൾ അന്വേഷിക്കാനൊക്കെ. പിന്നെ ഇതാ റിസൾട്ട് ചെയ്ത പിന്നാലെ അങ്ങനെ ഇതാ നമ്മളെ കൊട്ടവണ്ടി ചെറിയ വണ്ടിയൊക്കെ നോക്കണിതാ. പിന്നെ ഞാൻ ജസ്റ്റൊക്കെ ഒന്ന് ഇറങ്ങി നോക്കിയിട്ടോ. നമുക്കിങ്ങനെ ഞാനിങ്ങനെയൊക്കെ ഓരോ കാര്യങ്ങളും കുഞ്ഞൻ പോകുമ്പോൾ ഒക്കെ ഇങ്ങനെ മനസ്സിലാക്കിയെടുക്കും കേട്ടോ.
പിന്നെ വണ്ടിനെ പറ്റി മറ്റുള്ള കാര്യങ്ങളൊക്കെ പറ്റി ആരെങ്കിലും ഫാമിലിയിലോ അല്ലെങ്കിൽ നമ്മുടെ റിലേഷനൊക്കെ ആയിട്ട് ആരെയും എന്തെങ്കിലും അറിയുന്നവരുണ്ടെങ്കിൽ അതൊക്കെ ഞാൻ അന്വേഷിച്ചെടുക്കും കേട്ടോ. അപ്പോൾ അതാ ഈ വണ്ടിയൊക്കെ ഭയങ്കര റേറ്റാണ് കേട്ടോ, നല്ല റേറ്റ് ഉണ്ട്. നമ്മളെ കുഞ്ഞോ അതിൻ്റെ മോട്ടർ എന്തൊക്കെയൊക്കെ നോക്കണ കണ്ടിട്ട് നമ്മൾ റിസൾട്ട് ചെയ്താൽ അതിൻ്റെ അടിയിലൊക്കെ ഇരുന്നിട്ട് ഇതിൻ്റെ ഉള്ളിൽ ഇത് വലിയ സംഭവം വെച്ചിട്ട് അതിൻ്റെ ഉള്ളിലൊക്കെ പോയി ഇരുന്ന് വിത്തി പാളിയൊക്കെ ഉണ്ട് കേട്ടാ. ഇത് കൊത്തി പിടിച്ച് കയറുകയാണ്, തക്കം കിട്ടിയപ്പോൾ അതാ വണ്ടിമ കൊത്തി പിടിച്ച് കയറുന്നു. അത് കണ്ടിട്ട് അനൂസ് കയറിയിരിക്കണേ, അനൂസ് കയറുന്നതാ അവരൊക്കെ ഞാറ്റിട്ടുണ്ട്. പക്ഷെ റിസൾട്ട് ആ ചാൻസ് മുതലാക്കി കയറിയിരിക്കുന്നുണ്ട്. കച്ചവടത്തിന് പോകാനുള്ള പരിപാടിയാണ് അത് കയറിയിരിക്കണേ. കുപ്പാടാ അത് നമ്മള് പോവല്ലേ.